ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഗ്രാനി 3 കളിക്കാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ചെയ്യാം. കളിയോടെ കിട്ടുന്നത് ഗൈസ്. നമ്മളിന്ന് ഗേറ്റ് എസ്കേപ്പ് ആയിട്ടാ ചെയ്യാൻ പോണത്. ഫസ്റ്റ് ഞാനാണ് കളിക്കില്ല ഗൈസ്. ഗേറ്റ് എസ്കേപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ കഷ്ടപ്പെടണം. അപ്പം ചിലപ്പോൾ പാർട്ടായിട്ടായിരിക്കും വരുന്നത്. ഗൈസ് തള്ളവരില്ല, കഷ്ടമാണ് ഗൈസ്. ഗൈസ് കുറേ നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. വന്ന് ഗൈസ് നമ്മളാൾ വന്നു. ദാറ്റ് ഈസ് ദ മെയിൻ കില്ലർ. വേറെ ആദ്യം എല്ലാം ഇട്ടിട്ട് ആ തള്ളെല്ലാം ഇപ്പുറത്ത് വരത്തിക്കിച്ചിട്ട് വേലയിൽ പോവാം. അമ്മച്ചേ സീനാണ്. പട്ടി ഗ്രാൻഡ് പട്ടിയുള്ള പേരില്ല. ഗ്രാൻഡ് സൗണ്ട് ആക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ഗെയിമിങ് റൂമിലാണ്, എൻ്റെ സ്റ്റുഡിയോയിൽ. കേട്ടാ എബോ 5 years മാത്രമേ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. എവിടെ അമ്മച്ചി? ഇതെന്താ? ഇത് എൻ്റെ പേരാണ്. ഇതെൻ്റെ പേരാണ് ഗൈസ്. കേസ് മേലെ പോകെ കാക്കടെ ഷെഡിങ്ങുണ്ട്. നമുക്ക് മെയിനായിട്ട് ഗേറ്റ് എസ്കേപ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ചത്ത് അറിയാതെ അങ്ങോട്ട് ചാടി. ഞാൻ കുനിയാൻ നോക്കിയതാ. Day 2 പോയി ഗേസ്. അവന് ഇപ്പം വരും. അപ്പോൾ അവിടെ നിർത്ത് വെറുതെ അങ്ങോട്ട് ചാടി ഗേസ്. പൊട്ടത്തിനെ കാട്ടി കുലില്ലാറില്ല അവിടെ പെട്ടതാണ് ചാടി. ശേ പൊട്ടത്തിനെ കാട്ടി. ഞാൻ സ്റ്റുഡിയോത്തെ ഫാൻ ഇട്ടിട്ട് വരാം. ഗ്രേനേഡ് ഉണ്ട് ഗീസ്. എടാ ഗ്രേലി സോ ഡേഞ്ചറസ്. എബോ 5 years മാത്രമേ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. പവച്ച് വരണില്ല ഗീസ്. സോ ഡേഞ്ചറസ് ഗെയിം എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അത്രയും ഡേഞ്ചറല്ല. നമ്മൾ അടുത്ത ആഴ്ച കമല കളിക്കുന്നതായിരിക്കും. കമല അടുത്ത ആഴ്ച നമ്മൾ കമല കളിക്കും. ഫസ്റ്റ് ഞാൻ കളിക്കും, സെക്കൻഡ് ഇവനെ അങ്ങനെ കമല കളിച്ചിരിക്കും. കമലേനെ മണ്ഡപത്തിലല്ലേ കമലേനെ വശീകരിച്ച് നമ്മൾ കുപ്പി കയറ്റും. കമല പ്രേതല്ലേ ഗേസ്? അത് പ്രേതമല്ല, അതിന് ബാധ കയറിയിട്ട് പ്രേതമല്ല. നമുക്കതങ്ങനെ അടുത്ത ആഴ്ച കമലേനെ മണ്ഡപത്തിൽ കയറ്റിയിരിക്കും. മണ്ഡപത്തിലല്ല, സാമിൻ്റെ ആ ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കും. നമ്മുടെ 3 ഉണ്ടാകുന്നുണ്ട്, കല്ലുണ്ട്. നമുക്ക് വെപ്പം പോയെടുക്കണം ഗേസ്. ഇപ്പം ഗ്രാനിയുടെ ഇവിടെ കല്ലായിട്ട് ശരിയാ. താഴെ പോയി കുറച്ച് ധൈര്യം വേണം. കുറച്ച് അവിടെ 2 പേരുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു അപ്ഡേറ്റ് പറഞ്ഞുതരാം. കമല ഫോണിൽ ഇറങ്ങാറായിട്ടുണ്ട്. ഗേസ് പകരേണ്ടി വരും ഗേസ്. പെരും ഗേസ്. ഗേസ് ഗ്രേനോ നമ്മളിപ്പോ കളിച്ചിട്ട് 8 മിനിറ്റ്. 8 മിനിറ്റും 40 സെക്കൻഡും. പിന്നെ മെയിനായിട്ട് എബോ 5 years മാത്രം കാണാൻ പാടുള്ളൂ. ഗൈസ് പിന്നെ കമല കാണുമ്പോൾ എബോ 8 years, കാരണം ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഗെയിമാണ്. എബോ 8 years, കാരണം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിമാണ് കമല. ഇന്ത്യത്തെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിമാണെന്നാണ് കണ്ടത്. കളിച്ചിട്ടുണ്ട്. PC-യിൽ ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. ഫോണിൽ ഫസ്റ്റ് ടൈമാണ് വെടിവെച്ചിട്ട്. വളരെ കൊള്ളു. നമ്മൾ 2 പേരെയും കൊന്നിട്ടുണ്ട്. നമുക്ക് എസ്കേപ്പ് ചെയ്യാനാണ് പക്ഷെ ബുദ്ധിമുട്ട്. ഗേറ്റ് എസ്കേപ്പ്. ഗേറ്റ് എസ്കേപ്പും പിന്നെ 2-ൽ കാർ എസ്കേപ്പും.
ഗേസ് ഇപ്പൊ 10 മിനിറ്റ് നമ്മൾ കളിച്ചു തുടങ്ങിയിട്ട് ഗ്രാനിനെങ്ങനെ ഏട്ടനോട് തട്ടിയിട്ടുണ്ട് ഗേസ്. അവരെന്തിനാ ജീവിച്ചിരിക്കുന്നത്? കാക്കനെ കൊല്ല വേല പോയിട്ട് ഗൈസ് കളിക്കുന്ന ആളുടെ ഫേസ് കാണിച്ചു തരാം. ഹായ് ഗേസ് നമുക്ക് വീണ്ടും കളിച്ചു തുടങ്ങി. കുറച്ച് നേരം കാക്കനെ കൊല്ല ഗേസ്. പിന്നെ നമുക്ക് ഗേറ്റ് ഇറങ്ങാനില്ലേ കുറെ വഴികൾ പോയി കാക്കനെ കൊല്ല. ഷെഡ് കിട്ടണം. കാക്കനെ കൊന്നിട്ട് എന്ത് കിട്ടാന്? കുറെ നേരായി. ഗൈസ് ഇനി ഇതുപോലത്തെ ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഹൊറർ ഗെയിമൊക്കെ ഞാൻ കളിക്കുന്നതായിരിക്കും. ഗൈസ് നമ്മളിപ്പോൾ കളിച്ചോണ്ടിരിക്കുക. നമ്മൾ കളി നിർത്തിപ്പോലെ മേടിക്കുന്ന ഫ്രീ ഫയർ കളിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം ഗൈസ്. എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അവിടെ പോയിട്ട് ഞാനിപ്പോഴും കളിക്കാറുണ്ട്. ഞാൻ പബ്ജി മാത്രം കളിക്കാറുള്ളൂ ഗൈസ്. ഇഷ്ടമല്ല പബ്ജി, നമുക്ക് ഇഷ്ടമല്ല. എനിക്ക് ഫ്രീ ഫയർ. കുറേ സൗണ്ടുകളൊക്കെ കേൾക്കണ്ടിട്ടാ. നമ്മളിപ്പോൾ കളി തുടങ്ങിയിട്ട് ഏകദേശം 12 മിനിറ്റ് കറക്റ്റ്. രണ്ടാമത്തെ ഡേയില് ഗേസ് നമുക്ക് കുറേ സാധനമുള്ളൂ, ആദ്യം കിട്ടണില്ല. നമുക്ക് ആളെ തീർക്കാം. മോസ്റ്റ് ഡേഞ്ചറസ് ഗെയിമാണ്. മോസ്റ്റ് ഡേഞ്ചറസ് അല്ല കേട്ടോ, മോസ്റ്റ് ഡേഞ്ചറസ് കമലയാണ്. പിന്നെ വേറൊരു ഗെയിമും കൂടി ഉണ്ട്, മഞ്ജരിമ. അത് കയ്യിലിട്ട് നമ്മളോട് ലിസാന് 2 റൗണ്ട് പോയി ഉണ്ടെടുക്കുക. വെടി വെച്ച് കളിച്ചിട്ട് കാര്യമില്ല ഗേസ്, കാര്യമില്ല. നീ പൊട്ടലും പറഞ്ഞൂടെ ഗേസ്. എന്നെ പൊട്ട ബുദ്ധിശാലി അവനൊന്നും അറിഞ്ഞൂടാ. ഈ പൊട്ടലും പറഞ്ഞൂടെ തോക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം സംസാരിച്ചത് എൻ്റെ കൂട്ടുകാരൻ അഷബാനാണ് കേട്ടോ. പക്ഷേ അഷബാനല്ലല്ലേ, അപ്പം പൊട്ടെന്ന് വിളിച്ചത് അക്ഷയും വിളിക്കാൻ അർഹനായത് അക്ഷജുമാണ്. കണ്ടാ എന്നെങ്ങാനും കഴിയുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ട്രെയിൻ കിട്ടി. ട്രെയിനിക്ക് നമുക്ക് ആവശ്യമൊന്നുമില്ല. ഇപ്പം 14 മിനിറ്റ്. പിന്നീട് കാര്യം പറയാൻ പറഞ്ഞു, പാരപ്പെട്ടി എന്ന ഷോർട്ട് ഫിലിം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ടാഗ് ചെയ്ത് വെച്ചേക്കാം.
ഗൈസ് നമുക്ക് ഗ്രാനിലേക്ക് അല്പം ഇങ്ങോട്ട് വരട്ടിയിട്ടുണ്ട്. ഒരു വെടിച്ചൊരു സാധനം എടുക്കാം ഗൈസ്. ഷെഡിങ് അവരിപ്പോൾ എത്തിക്കാളും. തോറ്റാ പിന്നെ സീയാളി ഗ്രാൻഡ് തോക്കെടുക്കാനായില്ലേ അവൾക്ക്. ഗൈസ് ഇപ്പോൾ നമ്മൾ കളി തുടങ്ങിയിട്ട് 16 മിനിറ്റ് ആയിട്ടുണ്ട്. സോറി 16 അല്ല 15. 16 മിനിറ്റ് ആവാറായിട്ടുള്ളൂ. ഒന്നുകൂടി താഴേക്കിട. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യാണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഒരു കട്ട് പോലും ഇല്ല. സോ ഡിഫിക്കൽട്ട്. ഇല്ലത്തെ ഇത്ര പോലത്തെ പുതിയ വീഡിയോ കളിക്കൽ അപ്പോൾ അല്ലെങ്കിൽ പോയിക്കോ. കുറേ വീഡിയോസാണ്. കുറേ തള്ളൊന്ന് വയ്ക്കിടുന്നത്. ഇപ്പം ഇങ്ങനെ ഹെൽപ്പ് വരും കേസ്. ആളെ കൂടെ വയ്ക്കാൻ മതി. ആളും പോയി കേസ്. കുറേ പേരെ കൊന്നിട്ടുള്ള ശീലം ശരിക്കല്ലല്ല ഗെയിമിൽ. ഷെഡ് കിട്ടി. നമുക്ക് ട്രെയിൻ എസ്കേപ്പ് ചെയ്താലോ? ആക്സിലേറ്റർ കിട്ടിയാലോ? അപ്പോൾ കേസ് നമുക്ക് ഗേറ്റ് എസ്കേപ്പ് ചേഞ്ച് ചെയ്ത് ട്രെയിനായി ഗൈസ്. ട്രെയിൻ കീ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ രണ്ടാം ആക്ടിവിറ്റി 2 പണിയാണ് ഗൈസ്. ഇദ്ദേഹത്തെ കുറച്ച് പണി ക്യാമറിന് ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. നമ്മളിപ്പോൾ ഗെയിം തുടങ്ങിയിട്ട് ഏകദേശം 17 മിനിറ്റാണ്. പോടാ ഗൈസ്. നമുക്ക് ക്രോബാറാണ്. 2:30 സെക്കൻഡ് അത്രയും. ഇപ്പൊ ഗ്രേന് ഒന്നാണ് ഗൈസ്. ഏകദേശം 18 സെക്കൻഡ് മിനിറ്റ്. ഗ്രാനിനും ഇങ്ങോട്ട് വരത്തണം ഗൈസ്. ഈ വീഡിയോ കാണുന്നവർ ഈ ചാനലും പിന്നെ ദേവീസ് 2.0 എന്ന് പറയുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. പിന്നെ അക്ഷയ് GT9ML അതൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അക്ഷയ് GT ചോദിക്കാൻ വരും. യെസ് ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ദേവീസ് 2.0 അക്ഷയ് എല്ലാവരോടും പറയാൻ സബ്സ്ക്രൈബ് ചെയ്ത് 2.0യും അക്ഷയ് GTA 9ML. അക്ഷയ് GTA 9ML ആണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത്. ഫസ്റ്റ് ഡേ ഞാൻ കളിച്ചു, ഞാൻ പക്ഷെ തോറ്റുപോയി. ഇവൻ പക്ഷെ പ്രോയറിനും തോക്കൂല എന്നൊക്കെയാണ് പറയുന്നത്. ഗ്രാനിനെ കൊന്നിപ്പോൾ ഗ്രാൻഡ് വരും ഗൈസ്. പെട്ടെന്നല്ല കാര്യം സ്പീഡ് ചെയ്യണം.
പെട്ടെന്ന് എല്ലാ കാര്യം സ്പീഡിച്ച് ഞാൻ പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ഞാൻ കളിക്കും ഗൈസ്, അത്രയാണ് പ്രശ്നം എനിക്ക്. ട്രെയിനിൻ്റെ സാധനം കൊണ്ടുവെക്കാം. ആക്സിലേറ്ററൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് താഴെ കൂടെ നമ്മൾ ഡ്രോൺ അടിച്ചു പിടിക്കണം. ഡ്രോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗൈസ്, എൻ്റെ ഡ്രോൺ ഞാൻ പുതിയത് വാങ്ങിച്ചു. ദൈവനും വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഡ്രോണിലൊക്കെ വീഡിയോ എടുക്കല്. വെടിവെച്ചേ ഗ്രാനിന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് തപ്പ ട്രെയിനും ആക്സിലേറ്ററും കൂടെ ഇടണം. നമുക്ക് ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ എടുക്കാനുണ്ട്. ഗൈസ്, നമുക്കൊന്ന് ഫുള്ള് ജയിച്ചിട്ട് അടങ്ങുള്ളൂ. നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്യും. പറ്റിയ ചിലപ്പോൾ തോന്നി കൊഞ്ഞിയും കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പൊ ഗ്രാനി ഇപ്പൊ വെള്ളം ഗ്രേൻ ഒന്ന് ഗ്രേൻ ഇവിടെ പോയി ബാത്റൂം പിന്നെ നമുക്ക് താഴെ പോയി ഗൈസ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ബാക്കി വീഡിയോ ലിങ്കിലുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ പാർട്ട് ഇവിടെ വെച്ച് നിർത്തണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരും മാത്രം. ബൈ. അത് VS.